1970 മുതൽ 2022 വരെയുള്ള ക്യാൻസേഴ്സിൻ്റെ കണക്കാണ് ഇപ്പോൾ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഓഫ് അമേരിക്ക ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. അത് പ്രകാരം ഞാൻ തന്നെ ഇരുന്ന് കണക്കൂട്ടി നോക്കി. കാരണം നമ്മൾ യൂട്യൂബിൽ നിന്നും മറ്റിൽ നിന്നും പല രീതിയിലും കിട്ടുമ്പോൾ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖകരമായൊരു സത്യമാണ് മനസ്സിലാക്കിയത്. കാരണം 70 മുതൽ ഈ കാലഘട്ടം വരെയുള്ളതിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സും കീമോതെറാപ്പി, റേഡിയേഷൻ ഇതെല്ലാം ഉണ്ടായിട്ടും വന്നിട്ടുള്ള രക്ഷപ്പെടലിൻ്റെ എണ്ണം 70-ൽ 50% ഇപ്പോൾ അത് 53%. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്തരം ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതില്ലേന്ന്. ഇത് ക്യാൻസറിൻ്റെ മാത്രമല്ല, ഓട്ടോഇമ്മ്യൂൺ ഡിസീസും അതുപോലുള്ള മറ്റ് ഡിസീസിൻ്റെയും കൂടി കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തു തന്നെ ആയാലും ആയുർവേദ ഡോക്ടേഴ്സ് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന വേണമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു ആൻസറാണ് ഈ പറയുന്നത്. ഇതിൽ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇതിലിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ 27% എന്നുള്ളത് വേറൊരു സൈറ്റിൽ കാണുന്നത് 30% എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സർവൈവൽ റേറ്റ് എന്ന് പറയുമ്പോൾ 5 ഇയർ സർവൈവൽ ഉണ്ടെങ്കിൽ തന്നെ കേസ് രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കഴിഞ്ഞ 30 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസിന് ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു കണക്ക് എടുത്ത് നോക്കുമ്പോൾ WHO കണക്കിനേക്കാൾ ഒരല്പം മുകളിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെൻ്റെ നേട്ടമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ എവിടെ നിന്നും കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് അത് ആയുർവേദത്തിൻ്റെ നേട്ടമാണ്. ഒരിക്കലും എൻ്റെ നേട്ടമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഈ സയൻസിലേക്ക് ഞാൻ ഈ പറഞ്ഞ പുറംചട്ടം മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോവുകയാണ് ചെയ്തത്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഗ്രന്ഥം എങ്ങനെ വായിക്കണമെന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും വായിച്ചു പോകുമ്പോഴുള്ള ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. അതിലത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നേത്രം, നയനം, അങ്ങനത്തെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അതല്ലാതെ ഞാനിപ്പോൾ ക്യാൻസറിൻ്റെ കേസിലും ഇതുപോലുള്ള രോഗങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഗ്രന്ഥങ്ങളിൽ ശമനം, പ്രശമനം, സംശമനം എന്ന് ഓരോ ശ്ലോകങ്ങളിലും കാണാം. ഒരു ശ്ലോകത്തിൻ്റെ അറ്റത്ത് പറയുന്നുണ്ടാവും പ്രശമ്യതി, വേറൊന്നിന് സംശമനായിരിക്കും, മറ്റേതിൽ ശമനായിരിക്കും. ഇതിന് ഡിഫറൻസ് ഉണ്ട്. പ്രശമനം എന്ന് പറയുന്ന വേർഡിലാണ് ഇത് കംപ്ലീറ്റ് പ്രാഗ് രൂപം. പ്രാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മുമ്പിലുള്ള പഴയതുപോലെ കംപ്ലീറ്റ് ക്യൂറാണ് പ്രശമനം. ശമനം എന്ന് പറയുമ്പോൾ മിറ്റിഗേറ്റ് ചെയ്യാണ്. സംശമനം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് റെഗുലേറ്റ് ചെയ്യാണ്. ഇത്തരത്തിൽ നമ്മൾ ഓരോ വേർഡിനും നമ്മൾ സിനോണിം എടുക്കുമ്പോൾ ഈ സിനോണിം എങ്ങനെ വന്നു, അതിൻ്റെ നിരുക്തി എന്താണ് എന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ഉള്ളൊരു ഡെപ്ത് കിട്ടുള്ളൂ. പഠനം ആ ഒരു രീതിയിൽ പോയാൽ മാത്രമാണ് സാൻസ്ക്രിറ്റും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആചാര്യന്മാർ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നും അന്നത്തെ കാലത്ത് പലതും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പാർട്ട് നമുക്ക് അനാറ്റമിയിൽ നോക്കാവുന്നതാണ്. അതിനുള്ളൊരു എക്സാമ്പിളും കൂടി നിങ്ങളുടെ അറിവിനേക്കായിട്ട് ഞാൻ പറയാം. അത് നമ്മളിപ്പോൾ കിഡ്നി, യൂറിറ്റർ രോഗങ്ങൾ, യൂറിറ്ററിൻ്റെ ഡിസീസ്, യൂറിറ്റർ എന്ന് പറഞ്ഞാൽ യൂറിൻ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ആചാര്യന്മാരുടെ കണക്കിൽ അത് ഓസ്മോസിസ് എന്നൊരു കെമിക്കൽ പ്രോസസ്സ്, അതിലേക്ക് കെമിക്കൽ അല്ല, അത് ഫിസിക്കൽ ആസ്പെക്റ്റാണ്. ഫിസിക്കൽ ആസ്പെക്റ്റിലാണ് യൂറിൻ ഫോം ചെയ്തിരുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ യൂറിറ്ററിനെ പറ്റിയുള്ള റെഫറൻസ് വളരെ കുറവാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും ശ്ലോകങ്ങൾ വരുമ്പോൾ ഈ അനാറ്റമിയും ഇപ്പോഴത്തെ അനാറ്റമിയും കൂടി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ആ മാറ്റം വന്നത്, അങ്ങനെ വന്നെങ്കിൽ അതിൻ്റെ ഫിസിയോളജി എങ്ങനെയാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഈ മരുന്ന് പറഞ്ഞു, ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഗ്രന്ഥങ്ങളിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് ചില അറിവുകളുടെ ചില കാര്യങ്ങൾ മൈക്രോസ്കോപ്പിൽ മാത്രം കാണുന്നതിൻ്റെ ചില വ്യതിയാനങ്ങൾ മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ആയുർവേദത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ എല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പഠിച്ചു പോയാൽ കാര്യങ്ങൾ കുറച്ചൊക്കെ അവതാളത്തിലാവും. പിന്നെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, ക്ലാസിക്കൽ ആയുർവേദിക് മെത്തേഡ്സ് ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കൽ ആയുർവേദ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്, നാഡീപരീക്ഷ ഉപയോഗിക്കാറുണ്ട്. നാഡീപരീക്ഷനെ പറ്റിയിട്ട് പറയുമ്പോൾ വളരെ ഗഹനമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഞാൻ സാധാരണയായിട്ട് ഒരിക്കലും എൻ്റെ വീഡിയോകളിലൊന്നും നാഡീപരീക്ഷയെ പറ്റിയിട്ട് കാര്യമായിട്ട് പറയാറില്ല. ഇത് ആയുർവേദ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും ഇങ്ങനെ ഇത് നമ്മളെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു വേർഡ് ഉള്ളതുകൊണ്ട് പറയുകയാണ്. നാഡീപരീക്ഷ വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ഓർമ്മയിൽ എന്നെ ഒരു 3 വയസ്സ് മുതൽ
വെറുതെ നാടി പിടിപ്പിച്ച് എൻ്റെ ഫാദർ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ബേസും അറിയില്ലായിരുന്നു. വെറുതെ എന്താണ് ആ സ്പന്ദനം എന്ന് മനസ്സിലാക്കി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് വരുമ്പോൾ നമ്മളെ ബോഡിയിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന പേഷ്യൻസിനോട് പറയുന്നൊരു മറുപടി ഇവിടെ പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, ഒരു സാധനം ഒരു ട്യൂബിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പമ്പുകളുണ്ടെങ്കിൽ, അത് പമ്പ് ഞാൻ ഉദ്ദേശിച്ചത് ഹാർട്ടിനെയാണ്, അതിൽ നിന്ന് ഒരുപാട് ട്യൂബുകളുണ്ടെങ്കിൽ ഈ ട്യൂബിൽ ഈ പമ്പയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ വ്യതിയാനം ട്യൂബിൻ്റെ വലുപ്പവും ട്യൂബിലുള്ള ബ്ലോക്കുകളും അനുസരിച്ചിട്ട് ഓരോ ഭാഗത്തിലും അത് എക്സേർട്ടഡ് ആയിരിക്കും. ആ ഡിഫറൻസാണ് നാഡി വഴി നമ്മൾ കണ്ടെത്തുന്നത്. അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിൽ പറയുന്നത് ശ്ലോകം ഞാൻ ചൊല്ലണ്ടല്ലോ, എന്താ കരസ്യാങ്കുഷ്ടമൂലെ യാദമിനി തച്ചേഷ്ടയാ സുഖം ദുഃഖം ജ്ഞേയം കായസ്യ പണ്ഡിതാഹ എന്ന് പറയുന്ന അതിലത്തെ ഓരോ വേർഡിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഈ കായസ്യ പണ്ഡിതാഹ അതിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശ്ലോകം പിന്നെ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ കായസ്യ പണ്ഡിത, കായ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൻ്റെ പണ്ഡിതൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷെ കായ എന്ന് പറയുമ്പോൾ കായ എന്ന് പറയുന്ന ശരീരം അഗ്നി കൊണ്ട് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിനെയാണ്. അതിന് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അത് എക്സാക്ട്ലി എനർജി എന്ന് പറയാൻ പറ്റില്ല. അഗ്നി തന്നെയാണ് അത് ഇഗ്നീഷൻ ഉണ്ടാക്കുന്നത്. അഗ്നി എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഫയറിന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിൽ ഇഗ്നീഷൻ എന്ന് പറയണം. അതിൽ ഗി എന്ന് പറയുന്ന ആ വേർഡ്, റൂട്ട് വേർഡ് എങ്ങനെ വന്നു അതിൻ്റെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അഗ്നി കൊണ്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൻ്റെ സുഖം ദുഃഖവും കാര്യങ്ങളുമാണ് അതിൽ മനസ്സിലാക്കുന്നത്, അല്ലാതെ അനാറ്റമിക്കൽ ബോഡിയുടെ അല്ല. പിന്നെ അതിന്ന് ബാക്കിയുള്ളത് അസംഷനാണ്. ഇതിൻ്റെ ഒരു രീതിയുടെ ഒരു പഠിക്കാനുള്ളൊരു പഠന രീതി മാത്രം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതാണ് അതിന് മനസ്സിലാവുന്നത്, കായസ്യ പണ്ഡിത. അപ്പം കായത്തിൻ്റെ പണ്ഡിതനായെങ്കിൽ മാത്രമേ നാഡി പരീക്ഷ ചെയ്താൽ മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ക്യാൻസർ ഇത്തരം രോഗങ്ങളിൽ കൺഫർമേഷന് വേണ്ടി MRI, CT, ട്യൂമർ മാർക്കേഴ്സ്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ മോഡേണിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആ രീതിയിൽ എല്ലാ ടെസ്റ്റുകളും ഉപയോഗിക്കുകയും പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നമ്മളെ ഭാഗം ക്ലിയർ ആക്കി വെക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും ഇതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ള എല്ലാ ശാസ്ത്രങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ അറിവുകളും എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാപഞ്ചികമായ സകല ശാസ്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. കാരണം പ്രപഞ്ചത്തിനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ എന്താണ്, ഇന്നർ കോർ, നമ്മൾ സത്വാത്മ രജ തമ ഈ ഗുണങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട. ഏത് പേരിട്ട് വിളിച്ചാലും അതൊരു ഡെഫിനിഷനിലേക്ക് എത്താത്ത കാരണം ഞാൻ നമ്മുടെ ഇന്നർ കോർ എന്ന് പറയാം. അതിനെയൊക്കെ പറിച്ചിട്ടുള്ള എല്ലാം പഠിക്കണം. പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ ഡയഗ്നോസിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിലിപ്പം ആ രീതിയും നമ്മളെ ഇന്നത്തെ സയൻറ്റിഫിക് മെത്തേഡും നോക്കിയിട്ടാണ് ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ ബിഫോർ സർജറി എന്ന് പറയുമ്പോൾ സർജറിക്ക് മുന്നേ പല കേസുകളിലും സർജറി ചെയ്യാൻ കഴിയാത്ത അത്രയും വീക്കായിട്ടാണ് പേഷ്യൻസ് വരാറുള്ളത്. ആ കേസിൽ നമുക്ക് അവരെ സർജറിക്ക് സജ്ജമാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാം. പിന്നെ ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കീമോതെറാപ്പിയുടെ ടൈമിൽ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റും കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഉള്ളത് വേറെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റുമാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് പലപ്പോഴും വിഷത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബേഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബിഷക്ക് ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. വൈദ്യൻ എന്ന് പറയുന്നത് വേറെ മീനിങ്ങിലാണ്. ഇവിടെ ബിഷക്കാണ് ആവേണ്ടത് കീമോതെറാപ്പിയുടെ കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ. സമയമില്ലാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാം. പിന്നെ റേഡിയേഷൻ്റെ കൂടെ കൊടുക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കുറക്കാനാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. വേറൊന്ന് റൂട്ട് കോസ് ഇല്ലാതാക്കാൻ, റിക്കറൻസ് ഇല്ലാതാക്കാൻ, ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 500 കേസുകൾ നോൺ ഡീറ്റെയിൽ ആയിട്ടും 100 കേസുകൾ ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കേസുകളെല്ലാം നമുക്ക് വളരെ കെയർഫുള്ളി ട്രീറ്റ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. പിന്നെ ലൈഫ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് വളരെ കെയർഫുള്ളി നമ്മൾ എടുക്കേണ്ടതാണ്. ഒരു പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ,
ഒരു ചികിത്സ കൊണ്ട് മറ്റൊരു രോഗം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ ദേവൻ്റെ പാഷാണാണെന്നാണല്ലോ പറയുന്നത്. പാശമാണെന്ന്, പാഷാണല്ല, ആണെന്നല്ല പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ലൈഫ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും മറ്റ് ട്രീറ്റ്മെൻറ്റിലുള്ള ഗുണവും ദോഷവും എന്താണെന്ന് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കീമോതെറാപ്പി എന്നൊരു ട്രീറ്റ്മെൻറ്റ് ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അത് ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ വരുന്ന പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് നമ്മളിപ്പോൾ അതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് കീമോതെറാപ്പി കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ മെഡിസിനും അതും കൂടി ചെയ്യുമ്പോൾ കീമോതെറാപ്പിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ മെഡിസിൻസും വളരെ കെയർഫുള്ളി എടുക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് മെഡിസിനിൽ കീമോതെറാപ്പിയിൽ കൂടുതലും കാർബോപ്ലാന്റിനാണ് ഉപയോഗിച്ചിരുന്നത്. കാർബോപ്ലാന്റിൻ സാധാരണയായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നതും പിന്നെ ഒരു 15 വർഷം മുമ്പാണ് അഡ്രിയാമൈസിൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ അഡ്രിയാമൈസിൻ വന്ന കാലത്തൊക്കെ ഞാൻ അത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു കീമോതെറാപ്പി ഡ്രഗാണ്. ആ കാലത്ത് എൻ്റെ ഫസ്റ്റ് പേഷ്യൻറ്റിന് എന്നെ ഞാനത് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഡോക്ടർ ഞാനും കൂടി സംസാരിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ആ പേഷ്യൻ്റ് അത് വളരെ എഫക്റ്റീവ് ആവുകയും ഡോക്ടർ വളരെ ഭയങ്കര സന്തോഷത്തോടെ അതിൻ്റെ എഫക്റ്റ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ആയുർവേദ പിന്നീട് ആ ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഐഡിയ കംപ്ലീറ്റ് എല്ലാ മീൻസ് കീമോതെറാപ്പി ഡ്രഗിൽ തന്നെ ഈ അഡ്രിയാമൈസിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ട് വേറെ തരത്തിലുള്ള ധാരണകൾക്കാണ് പോയത്. പക്ഷേ എൻ്റെ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ ആയുർവേദ മരുന്നിൻ്റെ കൂടെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ മറ്റേതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് അഡ്രിയാമൈസിൻ എന്ന മെഡിസിൻ തന്നെ മോഡേൺ സയൻസിൽ എന്ത് എഫക്റ്റാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി കിട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കീമോതെറാപ്പി ഡ്രഗ് അല്ലെങ്കിൽ റേഡിയേഷൻ ഈ കാര്യങ്ങൾ നമ്മളെ മെഡിസിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് പേഷ്യൻറ്റിന് കിട്ടാനും പാർശ്വഫലങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യത്തിൽ ആഡിയോ രോഗി എന്ന് പറഞ്ഞാൽ ആഡിയോ രോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ടല്ലോ പേഷ്യൻ്റ് പണക്കാരനാവണമെന്ന്. പേഷ്യൻ്റ് സദ്ഗുണ സമ്പന്നനായിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻറ്റിനെ നമ്മൾ അവർക്ക് വേണ്ട നമ്മൾ പറയുന്ന സദ്ഗുണങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മെൻ്റലി അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷനാണ് ഒന്ന്. പിന്നെ കംപ്ലീറ്റ് ക്യൂർ ഏർലി ഡിറ്റക്ഷൻ, ആൾട്ടർനേറ്റീവ് ആയിട്ട് കോംപ്ലിമെൻറ്റ്, ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞതിൽ പെട്ടുപോയി. പിന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ഏരിയയിലും വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേദനകൾ അറിയാത്ത ഒരു മരണത്തിലേക്ക് നയിക്കാനും പാലിയേറ്റീവ് കെയർ സഹായിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരുപാട് ചെയ്യാനുള്ളതാണ്. സൈക്കോളജിക്കൽ ഹെൽത്ത്, അതുപോലെ സോഷ്യൽ വെൽഫെയറിനുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു രക്തം ചുരുക്കം പറയുകയാണെങ്കിൽ, നമ്മൾ ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ഓൾഡാണ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഈസ് ഫ്യൂച്ചർ മെഡിസിൻ എന്ന് നമുക്ക് പറയാം.